നമ്മുടെ സിലബസിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ബേസിക് ലബോറട്ടറി ടെക്നിക്സ് എന്ന് പറഞ്ഞ ആ ഒരു മൊഡ്യൂളിലെ സബ് ടോപ്പിക് ആയിട്ടുള്ള കോമൺ ലബോറട്ടറി ഇൻസ്ട്രുമെന്റ്സ്, അതായത് നമ്മുടെ ലബോറട്ടറിയിലെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇൻക്യുബേറ്റർ, സെൻട്രിഫ്യൂജ്, മൈക്രോ പിപ്പറ്റ്, ദെൻ ഓട്ടോ അനലൈസർ. ഓക്കെ, അപ്പൊ ഈ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ ഫസ്റ്റ് വൺ ഇൻക്യുബേറ്റർ. ഓക്കെ, ഒരു ഇൻക്യുബേറ്ററിന്റെ പിക്ചർ ആണിത്. അപ്പൊ എന്താണ് ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാല്? An incubator is an insulated and enclosed device that provides an optimal condition of temperature, humidity, and other environmental conditions required for the growth of organism. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ മൈക്രോബയോളജി ലാബോറട്ടറീസിൽ നമ്മൾ ഇൻക്യുബേറ്റർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബാക്ടീരിയാസിനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന് ആവശ്യമായിട്ടുള്ള അതിന്റെ കൾച്ചർ, അതിന്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ദെൻ അതർ എൻവിയോൺമെന്റൽ കണ്ടീഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, അതിനെ ഗ്രോത്തിനെ വളരാൻ സഹായിക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആൻ ഇൻക്യുബേറ്റർ ഈസ് എ പീസ് ഓഫ് വൈറ്റൽ ലബോറട്ടറി എക്യുപ്മെന്റ്സ് necessary for cultivating microorganism under artificial condition. അപ്പൊ മൈക്രോ ഓർഗാനിസത്തെ ആർട്ടിഫിഷ്യൽ കണ്ടീഷൻസിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇൻക്യുബേറ്റർ. In microbiology laboratory, incubators are used to grow bacteria at a temperature preferably 37 degrees Celsius. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ നമ്മുടെ മൈക്രോബയോളജി ലബോറട്ടറിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഇൻക്യുബേറ്ററിൽ നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, കാരണം എന്താണ്? നമ്മുടെ ബാക്ടീരിയാസ്, മോസ്റ്റ് ഓഫ് ദി ബാക്ടീരിയാസ് ഗ്രോ ചെയ്യുന്നത് ആ ഒരു നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആയിട്ടുള്ള 37 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ഗിവ് ടെമ്പറേച്ചർ 30 to 100 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് അതിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ 30 മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ടെമ്പറേച്ചർ കൊടുക്കാൻ പറ്റും. ദെൻ ആ ഇൻക്യുബേറ്ററിന്റെ പ്രത്യേകത എന്താണ്? തെർമോസ്റ്റാറ്റിക്കലി കൺട്രോൾഡ്. അതിൽ എന്തുണ്ടായിരിക്കും? ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ തെർമോസ്റ്റാറ്റ് വെച്ചിട്ടാണ് നമ്മൾ അതിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ട ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുന്നത്. ഹീറ്റഡ് യൂസിങ് ഇലക്ട്രിക് കോയിൽ ആൻഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡബിൾ വാൾഡ് ചേംബർ. അതിൽ ഹീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് കോയിൽസ് ഉണ്ടായിരിക്കും. ദെൻ എന്താണത്? ഒരു ഡബിൾ വാൾഡ് ചേംബർ ആണ്. ഓക്കെ, ആൻ ഇൻക്യുബേറ്റർ ക്യാൻ ബി യൂസ്ഡ് ടു കൾട്ടിവേറ്റ് ബോത്ത് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസം. മൈക്രോബിയൽ, നമുക്ക് യൂണിസെല്ലുലാറും മൾട്ടിസെല്ലുലാറുമായിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ നമ്മുടെ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോ നമ്മുടെ ഒരു ഇൻക്യുബേറ്ററിന് അതിന്റെ ഏതൊക്കെയാണ് അതിന്റെ ഡിഫറെന്റ് പാർട്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിനൊരു ക്യാബിനറ്റ് ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഒരു ഇൻക്യുബേറ്ററിന്റെ പിക്ചർ ആണിത്. ഏകദേശം നമ്മുടെ ഒരു ഹോട്ട് എയർ ഓവന്റെ ഒക്കെ അതേ ഒരു ഫിഗർ ആണ് ഇതിനുള്ളത്. ഓക്കെ, അപ്പോ ഇതിലെ ഫസ്റ്റ് പാർട്ടാണ് ക്യാബിനറ്റ്. ക്യാബിനറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഇൻക്യുബേറ്ററിന്റെ ആ ഒരു മെയിൻ ബോഡിക്കാണ് നമ്മൾ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആ ക്യാബിനറ്റിന് എന്തുണ്ടായിരിക്കും? അതൊരു ഡബിൾ വാൾഡ് സ്ട്രക്ചർ ആണ്, ഒരു ക്യൂബോയിഡൽ സ്ട്രക്ചർ ആണ്. അതിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഒരു ക്യൂബോയിഡൽ ഫോം ആയിരിക്കും, ഡബിൾ വാൾഡ് ആണ്. ഓക്കെ, 20 to 800 ലിറ്റർ വരെ അതിന് എന്തുണ്ടായിരിക്കും? കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ 20 to 800 ലിറ്റർ വരെ അതിന് കപ്പാസിറ്റി ഉണ്ട്, ഡബിൾ വാൾഡ് ആണ്, ക്യൂബോയിഡൽ സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻക്യുബേറ്ററിന്റെ മെയിൻ ബോഡിയെയാണ് നമ്മൾ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ ഔട്ടർ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ് വൈൽ ദ ഇന്നർ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് അലുമിനിയം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഡബിൾ വാൾഡ് ആണ്. അപ്പൊ അതിന്റെ ഔട്ടർ വാൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ദെൻ അതിന്റെ ഇന്നർ വാള് അലുമിനിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. Okay, the space between the two walls is filled with glass wool to provide insulation to the incubator. ആ ഇൻക്യുബേറ്ററിന് ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് വാൾസിന്റെ ഇടയിൽ എന്തുണ്ടായിരിക്കും? ഗ്ലാസ് വൂൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഗ്ലാസ് വൂള് ആ രണ്ട് വാളിന്റെ ഇടയിൽ ഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. The insulation prevents heat loss and reduces electric consumption, thereby ensuring the smooth working of the device. അപ്പൊ ഈ ഇൻക്യുബേറ്ററിന്റെ
ക്യാബിനറ്റിന്റെ സ്മൂത്ത് വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഇൻസുലേഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന് എന്താണ്, ഈ ഇലക്ട്രിക് കൺസപ്ഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഈ ഇൻസുലേഷൻ കൊടുക്കുന്നത് വഴി നമുക്ക് ഹീറ്റ് ലോസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് ഇലക്ട്രിക് കൺസംഷൻ കുറയ്ക്കാൻ പറ്റും. ദ ഇന്നർ വാൾ ഓഫ് ദ ഇൻക്യുബേറ്റർ ഈസ് പ്രൊവൈഡഡ് വിത്ത് ഇൻവാർഡ് പ്രൊജക്ഷൻസ് that support the shelves present inside the incubator. അപ്പൊ ഇതിന്റെ ഇന്നർ വാൾസിൽ എന്തുണ്ടായിരിക്കും? പ്രൊജക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവിടെയാണ് നമ്മുടെ ഷെൽഫ്സ് പ്രസന്റ് ആയിട്ടുള്ളത്. നമുക്ക് പെട്ടി ഡിഷ് ഒക്കെ വെക്കാൻ ആവശ്യമായിട്ടുള്ള ഷെൽഫ്സ് ഇന്നർ വാൾസിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇത്രയും ഓർത്ത് വെക്കുക. നമ്മുടെ ഇൻക്യുബേറ്ററിന്റെ എന്താണ് മെയിൻ ബോഡി എന്ന് പറയുന്നത് ക്യാബിനറ്റ് ആണ്. ആ ക്യാബിനറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡബിൾ വാൾഡ് ആയിട്ടുള്ള ഒരു ക്യൂബോയിഡൽ എൻക്ലോസർ ആണ്. ഓക്കെ, അതിന് 20 to 80 ലിറ്റർ വരെ കപ്പാസിറ്റി ഉണ്ട്. അതിന്റെ ഔട്ടർ വാൾ നിർമ്മിച്ചിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടും ഇന്നർ വാൾ നിർമ്മിച്ചിട്ടുള്ളത് അലുമിനിയം കൊണ്ടുമാണ്. ഓക്കെ, then എന്താണ്? ആ രണ്ട് വാൾസിന്റെ ഇടയിലും ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും? ഗ്ലാസ് വൂൾ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഗ്ലാസ് വൂൾ ഉണ്ടായിരിക്കും. അതുവഴി നമുക്ക് ഹീറ്റ് ലോസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇലക്ട്രിക് കൺസംഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അടുത്തതാണ് ഡോറ്. ഓക്കെ, ഡോർ എന്താണ്? എ ഡോർ ഈസ് പ്രസന്റ് ഇൻ ആൾ ഇൻക്യുബേറ്റർ ടു ക്ലോസ് ദ ഇൻസുലേറ്റഡ് ക്യാബിനറ്റ്. നമ്മുടെ ഒന്നുമില്ല, ആ ക്യാബിനറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോറ്. ദ ഡോർ ആൾസോ ഹാസ് ഇൻസുലേഷൻ ഓഫ് ഇറ്റ്സ് ഓൺ. ഇറ്റ് ഈസ് ആൾസോ പ്രൊവൈഡഡ് വിത്ത് എ ഗ്ലാസ് ദാറ്റ് enables the visualization of the interior of the incubator during incubation without disturbing the interior environment. എന്താ പറയുന്നത്? ആ ഡോറിലും എന്തുണ്ടായിരിക്കും? ഇൻസുലേഷൻ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, അതിലൊരു ഗ്ലാസ് ഉണ്ടായിരിക്കും. ആ ഗ്ലാസ്സിലൂടെ നമുക്ക് അതിന്റെ ഉള്ളിലുള്ള ഇത് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് അതിലെ ആ കൾട്ടിവേഷൻ, ബാക്ടീരിയാസിന്റെ കൾട്ടിവേഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ആ ഗ്ലാസ്സിലൂടെ കാണാൻ കഴിയും. തുറന്നു നോക്കാതെ തന്നെ നമുക്ക് ആ ഗ്ലാസിന്റെ ഉള്ളിലൂടെ നമുക്ക് അത് വിഷ്വലൈസേഷൻ എനാബിൾ ആണ്. ഓക്കെ, അപ്പൊ അതാണ് ആ ഡോറിന്റെ പ്രത്യേകത. ദെൻ ഒരു കൺട്രോൾ പാനൽ ഉണ്ടായിരിക്കും. കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമല്ല, ഇൻക്യുബേറ്റർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്വിച്ചസ്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ്? അതിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ സ്വിച്ച് ബോർഡ്സ്, ദെൻ അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ്, അതൊക്കെ ഉള്ളതാണ് കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. കൺട്രോൾ പാനൽ ആൾസോ ഹാസ് എ സ്വിച്ച് ടു കൺട്രോൾ ദ തെർമോസ്റ്റാറ്റ് ഓഫ് ദ ഡിവൈസ്. അപ്പൊ ഇതിൽ ഇൻക്യുബേറ്ററിൽ ഒരു മെയിൻ പാർട്ടാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. അതിലെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ ആ തെർമോസ്റ്റാറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചസും എന്തിലുണ്ടായിരിക്കും? ഈ കൺട്രോൾ പാനലിൽ ഉണ്ടായിരിക്കും. അടുത്തതാണ് തെർമോസ്റ്റാറ്റ്. ഓക്കെ, അപ്പൊ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻക്യുബേറ്ററിൽ ഒരു പാർട്ടാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. തെർമോസ്റ്റാറ്റ് എന്താണ്? ഈ തെർമോസ്റ്റാറ്റ് ഈസ് യൂസ്ഡ് ടു സെറ്റ് ദ ഡിസയേർഡ് ടെമ്പറേച്ചർ ഓഫ് ദ ഇൻക്യുബേറ്റർ. അപ്പൊ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന് സാധാരണയായിട്ട് നമ്മൾ ഏത് ടെമ്പറേച്ചറിലാണ് കൊടുക്കുക? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ ബാക്ടീരിയാസിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് കൊടുക്കുന്ന ടെമ്പറേച്ചർ. അപ്പൊ ആ ഒരു ടെമ്പറേച്ചർ അതിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ അതിനെ സഹായിക്കുന്നത് എന്താണ്? തെർമോസ്റ്റാറ്റ് ആണ്. Okay, after the desired temperature is reached, the thermostat automatically maintain the incubator at that temperature until the temperature is changed again. Okay, അപ്പോ ഒരു ഡിസൈഡ് ടെമ്പറേച്ചർ എത്തിയാൽ ആ ടെമ്പറേച്ചറിൽ തന്നെ ആ സിസ്റ്റത്തെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മുടെ തെർമോസ്റ്റാറ്റ് ഹെൽപ്പ് ചെയ്യും. Then perforated shelves. Okay, bound to the inner walls are some perforated shelves onto which the plates with the culture media are placed. നമ്മുടെ കൾച്ചർ മീഡിയാസിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും? പെർഫറേറ്റഡ് ഷെൽഫ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇന്നർ വാൾസിൽ പെർഫറേറ്റഡ് ഷെൽഫ്സ് ഉണ്ടായിരിക്കും. ദ പെർഫറേഷൻസ് ഓൺ ദ ഷെൽഫ്സ് അലോ ദ മൂവ്മെന്റ് ഓഫ് ഹോട്ട് എയർ ത്രൂ ഔട്ട് ദ ഇൻസൈഡ് ഓഫ് ദ ഇൻക്യുബേറ്റർ. അതിൽ ഈ ഷെൽഫ്സിൽ എന്തുണ്ടായിരിക്കും? പെർഫറേഷൻസ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഈ കൾച്ചർ മീഡിയാസിന് നമുക്കൊരു ഹോട്ട് എയർ കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ എന്തുണ്ടായിരിക്കും? ഈ ഷെൽഫ്സ് എന്ന് പറയുന്നത് പെർഫറേറ്റഡ് ആയിരിക്കും. ഓക്കെ, then asbestos door gasket ഉണ്ടായിരിക്കും. The asbestos door gasket provide an almost airtight seal between the door and cabinet. അപ്പൊ ഈ ഡോറും നമ്മുടെ മെയിൻ ബോഡി ആയിട്ടുള്ള ഈ ക്യാബിനറ്റും തമ്മിൽ ഒരു എയർ ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും? ആസ്ബെസ്റ്റോസ് ഡോർ ഗാസ്കറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ദിസ് സീൽ പ്രിവെന്റ് ദ ഔട്ട്സൈഡ് എയർ ഫ്രം എന്ററിംഗ് ദ ക്യാബിനറ്റ് ആൻഡ് ദസ് creating an isolated hot environment in the cabinet without being interrupted by the external environment. അപ്പോ ഈ ആസ്ബെസ്റ്റോസ് ഡോർ ഗ്യാസ്കറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഡോർ നല്ല ടൈറ്റ് ആയിട്ട് സീൽ ചെയ്തിരിക്കും. then അത് മാത്രമല്ല നമ്മുടെ ഹോട്ട് എയർ, നമ്മുടെ
ഇൻക്യുബേറ്ററിന്റെ ഉള്ളിൽ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോട്ട് എൻവിയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യും, സഹായിക്കും. ഓക്കെ, ഇത് നമ്മുടെ എക്സ്റ്റേണൽ എൻവിയോൺമെന്റിന്റെ ഇന്ററപ്ഷൻ ഒന്നും അതിൽ ഉണ്ടായിരിക്കില്ല. ദെൻ ഹെപ്പ ഫിൽറ്റേഴ്സ്. അപ്പോൾ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ഇൻക്യുബേറ്റേഴ്സിൽ, എല്ലാ ഇൻക്യുബേറ്റേഴ്സിലും ഉണ്ടായിരിക്കില്ല, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻക്യുബേറ്റേഴ്സിൽ എന്തുണ്ടായിരിക്കും, ഹെപ്പ ഫിൽറ്റേഴ്സ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ലോവർ ദ പോസിബിൾ കണ്ടാമിനേഷൻ ക്രിയേറ്റഡ് ഡ്യൂ ടു ദ എയർ ഫ്ലോ. എയർ ഫ്ലോ വഴി ഉണ്ടാകുന്ന എയർ കണ്ടാമിനേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും, ഹെപ്പ ഫിൽറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിന് എന്തുണ്ടായിരിക്കും, എൽ ഷേപ്ഡ് തെർമോമീറ്റർ ഉണ്ടായിരിക്കും. ഈ തെർമോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഔട്ടർ വാളിന്റെ ഏറ്റവും ടോപ്പ് പാർട്ടിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു എൽ ഷേപ്ഡ് തെർമോമീറ്റർ ആയിരിക്കും. അതിലൂടെ നമുക്ക് ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. ദെൻ ഹ്യൂമിഡിറ്റി ആൻഡ് ഗ്യാസ് കൺട്രോൾ. ഈ ഹ്യൂമിഡിറ്റി ആൻഡ് ഗ്യാസ് കൺട്രോളറും എന്താണ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻക്യുബേറ്ററിൽ മാത്രമേ പ്രസന്റ് ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്യുബേറ്റേഴ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് എ റിസർവോയർ അണ്ടർ ബിനീത്ത് ചേംബർ ദാറ്റ് കണ്ടെയ്ൻ വാട്ടർ. എന്തുണ്ടായിരിക്കും, ഈ ചേംബറിന്റെ അടിയിൽ ഒരു ചേംബറിന്റെ അടിയിൽ വാട്ടർ കണ്ടെയ്നേഴ്സ് ഉണ്ടായിരിക്കും, വാട്ടർ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ദ വാട്ടർ ഈസ് വേപ്പറൈസ്ഡ് ടു മെയിൻറ്റെയിൻ ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇൻസൈഡ് ദ ചേംബർ. ഈ ചേംബറിന്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, വാട്ടർ കൊടുത്തിട്ടുള്ളത്. ആ വാട്ടർ വേപ്പറൈസ്ഡ് ആകും. ഓക്കെ, similarly the incubators are also provided with gas chambers to give the desired concentration of carbon dioxide inside the incubator. അപ്പോൾ ഇതെന്താണ്, ചില ബാക്ടീരിയാസിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമായിട്ട് വരും, ഹ്യൂമിഡിറ്റി ആവശ്യമായിട്ട് വരും. അത്തരം കണ്ടീഷൻസിൽ, അത്തരം ഇൻക്യുബേറ്റേഴ്സിലാണ് ഈ ഹ്യൂമിഡിറ്റിയും ഗ്യാസ് കൺട്രോളറും പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഹ്യൂമിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും, നമ്മുടെ വാട്ടർ ചാമ്പേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ നമുക്ക് CO2 നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും, ഗ്യാസ് ചേമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, then ഇതിന്റെ വർക്കിംഗ്, പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ് ഓഫ് ഇൻക്യുബേറ്റർ. ആൻഡ് ഇൻക്യുബേറ്റർ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് മൈക്രോ ഓർഗാനിസം റിക്വയർ എ പർട്ടിക്കുലർ സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ഫോർ ദെയർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മുടെ മൈക്രോ ഓർഗാനിസം എല്ലാ എൻവിയോൺമെന്റിലൊന്നും അത് ഗ്രോ ചെയ്യില്ല. അതിന് എന്തുണ്ട്, ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ, ഒപ്റ്റിമം pH, ഒപ്റ്റിമം കണ്ടീഷൻസ് അതിന് ആവശ്യമാണ്. അപ്പൊ all incubators are based on the concept that when organisms are provided with the optimum condition of temperature, humidity, oxygen, carbon dioxide, and they grow and divide to form more microorganism. Okay, basic ആയിട്ടുള്ള കാര്യങ്ങളാണ്. In an incubator, the thermostat maintains the constant temperature. അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ തെർമോസ്റ്റാറ്റ്, വർക്കിംഗ് ഓഫ് തെർമോസ്റ്റാറ്റ്. ഓക്കെ, അപ്പോ the thermostat maintains the constant temperature that can be read from the outside via thermometer. അപ്പോ എങ്ങനെയാണ് ഈ തെർമോസ്റ്റാറ്റ് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. The temperature is maintained by utilizing the heating and non-heating cycle. അപ്പൊ ഒരു ഹീറ്റിംഗ് സൈക്കിൾ ഉണ്ടായിരിക്കും, ഒരു നോൺ ഹീറ്റിംഗ് സൈക്കിൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഹീറ്റിംഗ് സൈക്കിളിൽ എന്താ ഉണ്ടാവുക, ഈ ഹീറ്റിംഗ് സൈക്കിൾ ദ തെർമോസ്റ്റാറ്റ് ഹീറ്റ്സ് ദ ഇൻക്യുബേറ്റർ ആൻഡ് ഡ്യൂറിംഗ് ദ നോ ഹീറ്റിംഗ് പീരിയഡ് ദ ഹീറ്റിംഗ് ഈസ് സ്റ്റോപ്ഡ്. അപ്പൊ ഹീറ്റിംഗ് സൈക്കിളിൽ നമ്മുടെ തെർമോസ്റ്റാറ്റ് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നോൺ ഹീറ്റിംഗ് സൈക്കിളിൽ എന്താണ്, ഈ ഹീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യും. then ഇൻക്യുബേറ്റർ എന്താണ്, ഇൻക്യുബേറ്റർ ഈസ് കൂൾഡ് ബൈ റേഡിയേറ്റിംഗ് ഹീറ്റ് ടു ദ സറൗണ്ടിങ്. അപ്പോൾ നമ്മുടെ തെർമോസ്റ്റാറ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഹീറ്റ് പ്രൊവൈഡ് ചെയ്യും. ദെൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എത്തിയാൽ അവിടെ തെർമോസ്റ്റാറ്റ് ഹീറ്റിംഗ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. ദെൻ എന്താണ്, നമ്മുടെ ഇൻക്യുബേറ്റർ പുറത്തേക്ക് സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റിനെ പുറത്തേക്ക് വിടും. ഓക്കെ, അങ്ങനെ ഇൻക്യുബേറ്റർ കൂളാവും. ദെൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചറിൽ അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകും. Insulation from the outside creates an isolated condition inside the cabinet which allows the microbes to grow effectively. Then നമ്മുടെ പുറത്തുനിന്ന് എന്തുണ്ടായിരിക്കും, ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ടാകും. അത് കാരണം നമുക്ക് ഔട്ട്സൈഡ് ഒരു ഐസൊലേറ്റഡ് കണ്ടീഷൻ നമുക്ക് ക്യാബിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യും. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, സിമിലർലി അതർ പാരാമീറ്റേഴ്സ് ലൈക്ക് ഹ്യൂമിഡിറ്റി ആൻഡ് എയർഫ്ലോ ആർ ആൾസോ മെയിൻറ്റെയിൻഡ് ത്രൂ ഡിഫറെന്റ് മെക്കാനിസം that create an environment similar to the natural environment of the organism. നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന് ആവശ്യമായിട്ടുള്ള ഹ്യൂമിഡിറ്റി, എയർ ഫ്ലോ, ഇതൊക്കെ എന്താണ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മുടെ ഇൻക്യുബേറ്ററിന് കഴിയും. Similarly, they are provided with adjustment for
maintaining the concentration of carbon dioxide to balance the pH and humidity required for growth of the microorganism. അപ്പൊ ചില മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ആവശ്യമായിട്ട് വരും? കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ടി വരും, ചില റിക്വയർഡ് pH വേണ്ടി വരും, ഹ്യൂമിഡിറ്റി വേണ്ടി വരും. അപ്പൊ അതൊക്കെ നമ്മൾ അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. Okay, variations of incubators like shaking incubators is also available, which allows for continuous movement of the culture required for cell aeration and solubility studies. അപ്പൊ നമുക്ക് എന്താണ്, ചില സോളിബിലിറ്റി സ്റ്റഡീസ് ഉണ്ടായിരിക്കും. സോളിബിലിറ്റി സ്റ്റഡീസ് അതുപോലെ ചില മൈക്രോ ഓർഗാനിസത്തെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് എയറേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അത്തരം കണ്ടീഷൻസിൽ എന്താണ് നമുക്ക് ഈ ഇൻക്യുബേറ്റേഴ്സ് എന്താണ് അതിന്റെ ഇൻക്യുബേറ്റേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യേണ്ടി വരും. അപ്പോ അതിന് ഷെയ്ക്കിംഗ് ഇൻക്യുബേറ്റേഴ്സ് എന്നാണ് പറയുക. അത് എല്ലാ ഇൻക്യുബേറ്റേഴ്സിലും ഉണ്ടായിരിക്കില്ല. ഷെയ്ക്കിംഗ് ഇൻക്യുബേറ്റേഴ്സിലാണ് അത് അത്തരം കണ്ടീഷൻസ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഇൻക്യുബേറ്റേഴ്സ് എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്? ഓക്കെ, അതിന്റെ പ്രൊസീജിയർ എന്താണ്? Once the cultures of organism are created, the culture plates are to be placed inside an incubator at the desired temperature and required period of time. Okay, അപ്പോ the micro organismത്തിന്റെ കൾച്ചേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ എന്താണ്? The culture plates are to be placed inside the incubator at the desired temperature and required period of time. അപ്പൊ അവർ പറഞ്ഞിട്ടുള്ള ടൈമിലും ആ ഒരു ടെമ്പറേച്ചറിലും കൾച്ചർ പ്ലേറ്റ്സ് എന്ത് ചെയ്യണം? അതിൽ പ്ലേസ് ചെയ്ത് വെക്കണം. In most clinical laboratories, the usual temperature, എത്രയാണ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? 35 to 37 degrees Celsius ആണ് നമ്മൾ കൊടുക്കേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബിഫോർ യൂസിങ് ദ ഇൻക്യുബേറ്റർ, it should be made sure that no remaining items are present in the incubator from the previous cycle. അപ്പോ ഇതിന്റെ മുന്നത്തെ പ്രീവിയസ് സൈക്കിളിലൊക്കെ എന്തുണ്ട് നമ്മളിങ്ങനെ കൾച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ അതിലെ റിമൈനിങ് ഐറ്റംസ് ഒക്കെ എന്തായിരിക്കണം? നമ്മൾ ഇൻക്യുബേറ്ററിൽ നിന്നും റിമൈൻ ചെയ്തിരിക്കണം. ഓക്കെ, ഒഴിവാക്കിയിരിക്കണം. ഓക്കെ, then however in some cases if same incubator is being used for multiple organisms and they require the same set of parameters, they can be placed together in the സെയിം ഇൻക്യുബേറ്റർ. അപ്പൊ ചില മൈക്രോ ഓർഗാനിസത്തിന് എന്താണ് അതിന്റെ ഗ്രോത്തിന് സെയിം പാരാമീറ്റേഴ്സ് ആയിരിക്കും ആവശ്യം. അപ്പൊ അത്തരം കണ്ടീഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് നമുക്ക് കൾച്ചർ പ്ലേറ്റ്സ് ഈ ഇൻക്യുബേറ്റേഴ്സിനുള്ളിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, the door of the incubator is then kept closed and the incubator is switched on. ഈ ഡോർ എന്തായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം. then നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാം. the incubators have to be heated up to the desired temperature of the growth of particular organism. നമ്മുടെ ഓർഗാനിസത്തിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചറിൽ എന്താണ് നമ്മുടെ ഇൻക്യുബേറ്റർ ഹീറ്റ് ചെയ്യാൻ തുടങ്ങും. the thermometer can be used to see if the temperature has reached. അപ്പൊ ആ ഒരു ടെമ്പറേച്ചർ എത്തിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് തെർമോമീറ്റർ യൂസ് ചെയ്യാം. ഇൻ ദ മീൻ ടൈം തെർമോമീറ്റർ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, the organism require a particular concentration of carbon dioxide or a specific humidity. Those parameters should also be set in the incubator. അപ്പോൾ ചില മൈക്രോ ഓർഗാനിസത്തിന് കാർബൺ ഡൈ ഓക്സൈഡ്, ഹ്യൂമിഡിറ്റി ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പൊ അത്തരം പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ അതിൽ സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഇൻക്യുബേറ്ററിൽ പറയാനുള്ളത്. അടുത്തതാണ് കളറിമീറ്റർ. ഓക്കെ, അപ്പോ ഈ കളറിമീറ്റർ എന്താണ്? The colorimeter is a device is most commonly used to determine the concentration of a non-solute in a given solution. Okay, അപ്പൊ ഒരു സൊല്യൂഷനിലുള്ള ഒരു സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് കളറിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ കളേർഡ് സൊല്യൂഷൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുക. കളേർഡ് സൊല്യൂഷന്റെ എന്താണ് കോൺസെൻട്രേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളറിമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മുടെ ബീർ-ലാംബേർട്സ് ലോയെ ബേസ് ചെയ്തിട്ടാണ് ഈ കളറിമീറ്റർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഈ ബീർ-ലാംബേർട്സ് ലോ പറയുന്നത്? ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, ഈ സൊല്യൂഷൻ എന്താണ്? ഒരു കളേർഡ് സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ കളേർഡ് സൊല്യൂഷനിലൂടെ നമ്മൾ ലൈറ്റ് പാസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻസിഡന്റ് ലൈറ്റ് എന്താണ്? I0 ആണ്. ഓക്കെ, ദെൻ ഇതിന്റെ പാത്ത് ലെങ്ത്. ഓക്കെ, ഈ സൊല്യൂഷന്റെ എത്ര ലെങ്തിലൂടെ പാസ് ചെയ്തതാണ് ഈ L. നമ്മളിവിടെ സാധാരണയായിട്ട് B എന്ന ലെറ്റർ കൊണ്ടാണ് ഇത് L നെ സൂചിപ്പിക്കാറ്. ഓക്കെ,
ദെൻ എന്താണ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിവിടെ ഇൻസിഡന്റ് ലൈറ്റ് കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ ഇൻസിഡന്റ് ലൈറ്റ് കൊടുക്കുമ്പോൾ ഈ സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ സൊല്യൂഷൻ എന്ത് ചെയ്യും, നമ്മുടെ ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, അങ്ങനെ അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇൻസിഡന്റ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആയിരിക്കില്ല ഇവിടെ പുറത്തു വരുന്ന ഈ ട്രാൻസ്മിറ്റഡ് ലൈറ്റിന് ഇന്റൻസിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ I0 ആണ് നമ്മുടെ ലൈറ്റ് ഇൻസിഡന്റ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി എങ്കിൽ ഈ I എന്താണ്, നമ്മുടെ ട്രാൻസ്മിറ്റഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആണ്. അപ്പൊ ഈ I എപ്പോഴും എന്തായിരിക്കും, ലെസ് ദാൻ I0 ആയിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ ഈ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞിരിക്കും. കാരണം എന്താണ്, ഈ ലൈറ്റിനെ നമ്മുടെ ഈ കളേർഡ് സൊല്യൂഷൻ അബ്സോർബ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ അബ്സോർബ് ചെയ്യപ്പെടാതെ ഈ പുറത്തു വരുന്ന ലൈറ്റിനെയാണ് നമ്മൾ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ചില ഫാക്ടേഴ്സിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യും. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ലൈറ്റിന്റെ ഇവിടെ ഈ കളേർഡ് ഈ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ഈ അബ്സോർബൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ അബ്സോർബൻസ് ഈ കളേർഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് അത് കൂടും. കൂടുതൽ ലൈറ്റിനെ അത് അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ അബ്സോർബൻസ് എന്താണ്, കൂടും. അപ്പൊ അതാണ് എന്ത്, ബീർസ് ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഈ ബീർ-ലാംബേർട്സ് ലോനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കളറിമീറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ബീർ-ലാംബേർട്സ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ബീർ ലോയുടെയും ലാംബേർട്സ് ലോയുടെയും കോമ്പിനേഷൻ ആണ്. അപ്പൊ എന്താണ് ബീർസ് ലോ? ബീർസ് ലോ എന്ന് പറയുന്നത് ഈ ഇൻസിഡന്റ് ലൈറ്റിന്റെ അബ്സോർബൻസ് എന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷൻ കൂടിയാൽ അവിടെ എന്താണ്, അബ്സോർബൻസ് കൂടും. ഓക്കെ, അപ്പോ ബീർസ് ലോ പറയുന്നത് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി ലാംബേർട്സ് ലോ എന്താണ് പറയുന്നത്, ഈ പാത്ത് ലെങ്ത് ഉണ്ടല്ലോ, നമ്മുടെ ലൈറ്റ് പാസ് ചെയ്യുന്ന പാത്ത് ലെങ്ത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മളൊരു ചെറിയ ഒരു ഫോർ എക്സാമ്പിൾ ചെറിയൊരു ബീക്കർ എടുത്തു, വലിയൊരു ബീക്കർ എടുത്തു. വലിയ ബീക്കറിൽ എന്താണ്, ആ ഒരു പാത്ത് ലെങ്ത് കൂടും ഇല്ലേ. ഇങ്ങനെ ഈ ഇൻസിഡന്റ് ലൈറ്റ് പാസ് ചെയ്യുന്ന ഈ പാത്ത് ലെങ്ത് ഇപ്പൊ ഒരു ചെറിയ ബീക്കറും ഒരു വലിയ ബീക്കറും എടുത്തു വിചാരിക്കുക. വലിയ ബീക്കറിൽ എന്താണ്, വലിയ ബീക്കറിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, നമ്മുടെ പാത്ത് ലെങ്ത് കൂടും. എന്നാൽ ചെറിയ ബീക്കർ ആകുമ്പോൾ എന്താണ്, പാത്ത് ലെങ്ത് കുറവാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ പാത്ത് ലെങ്ത് കൂടിയാലും അവിടെ എന്ത് കൂടും, അബ്സോർബൻസ് കൂടും. ഓക്കെ, അപ്പൊ ആ പാത്ത് ലെങ്തിനെ ബേസ് ചെയ്തിട്ടുള്ള ലോയാണ് എന്ത്, നമ്മുടെ ലാംബേർട്സ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കോൺസെൻട്രേഷൻ കൂടിയാൽ അബ്സോർബൻസ് കൂടുന്നു. അതാണ് ആര് പറഞ്ഞത്, നമ്മുടെ ബീർസ് ലോ പറയുന്നത്. നമ്മുടെ ആ പാത്ത് ലെങ്ത് കൂടിയാൽ എന്താണ്, ആ ലെങ്ത് എൽ ഓർത്ത് വെച്ചാൽ മതി. ലെങ്ത് കൂടിയാൽ എന്താണ്, അവിടെ അബ്സോർബൻസ് കൂടും. അതാരാ പറഞ്ഞത്, ലാംബേർട്സ് ലോയാണ് ലെങ്ത് കൂടിയാൽ അബ്സോർബൻസ് കൂടും എന്ന് പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് ലോയെയും കോമ്പിനേഷൻ ആണ് എന്ത് നമ്മുടെ ബീർ-ലാംബേർട്സ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ബീർ-ലാംബേർട്സ് ലോ എന്ന് നമുക്ക് നോക്കാം. When a monochromatic light passed through a solution, okay, monochromatic light നമ്മുടെ സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുമ്പോൾ അബ്സോർബൻസ് ഓഫ് ദ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ ആൻഡ് ദ പാത്ത് ലെങ്ത് ഓഫ് ദാറ്റ് സൊല്യൂഷൻ. എന്തൊക്കെയാ പറഞ്ഞത്, കോൺസെൻട്രേഷനെയും നമ്മുടെ പാത്ത് ലെങ്തിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് നമ്മുടെ ഈ സൊല്യൂഷന്റെ അബ്സോർബൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കളേർഡ് സൊല്യൂഷൻ എടുത്തു. ആ കളേർഡ് സൊല്യൂഷനിലൂടെ നമ്മൾ എന്താണ്, ലൈറ്റ് പാസ് ചെയ്തു. അപ്പൊ ആ ലൈറ്റിനെ ആ സൊല്യൂഷൻ അബ്സോർബ് ചെയ്യും. അപ്പൊ ആ അബ്സോർബ് ചെയ്യുമ്പോൾ എന്താണ്, ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി അത് അബ്സോർബ് ചെയ്തിട്ട് ലാസ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം എന്താണ്, നമ്മുടെ ഈ സൊല്യൂഷൻ ആ ലൈറ്റിനെ അബ്സോർബ് ചെയ്തതിനാൽ. ഓക്കെ, അപ്പോ ആ അബ്സോർബൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷനെയും അതിന്റെ പാത്ത് ലെങ്തിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ കോൺസെൻട്രേഷൻ കൂടിയാലും അബ്സോർബൻസ് കൂടും. പാത്ത് ലെങ്ത്, ആ ലൈറ്റ് എത്ര ലെങ്ത് പാസ് ചെയ്യുന്നു, ഓക്കെ, അതിനെയും അത് ബേസ് ചെയ്തിരിക്കും. അപ്പോ അബ്സോർബൻസ് എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പാത്ത് ലെങ്ത് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ദാറ്റ് സൊല്യൂഷൻ. അപ്പൊ എന്താ പറയുന്നത്, എ എന്ന് പറയുന്നത് അബ്സോർബൻസ് ആണ്. ഓക്കെ, അപ്പോ എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി ആൻഡ് സി. ബി എന്താണ്, ബി പാത്ത് ലെങ്ത് ആണ്. സി എന്ന് പറയുന്നത് എന്താണ്, കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ ഇത് ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാണ്. എന്താണ്, എ ഈക്വൽ. അപ്പൊ ഇവിടെ കോൺസെൻട്രേഷൻ, ഇവിടെ ഈ പ്രൊപ്പോർഷണൽ ചിഹ്നം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുത്തു, എന്തായിരുന്നു, എ പ്രൊപ്പോർഷണൽ ബി
ഇൻറ്റു സി. ബി എന്താണ് പാത്ത് ലെങ്ത്, സി എന്താണ് കോൺസെൻട്രേഷൻ. അപ്പൊ എ ഈക്വൽ, ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കോൺസ്റ്റന്റ് ആണ് ഈ സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ എ അബ്സോർബൻസ് ഈക്വൽ എ ബി സി. എ എന്താണ്, ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് അബ്സോർബൻസ് ഓഫ് ദ സൊല്യൂഷൻ. ദെൻ എ എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് എന്താണ്, ആ കോൺസ്റ്റന്റിനെ നമ്മൾ അബ്സോർപ്റ്റിവിറ്റി എന്ന് പറയും. ഓക്കെ, എന്താണ് അബ്സോർപ്റ്റിവിറ്റി. സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. ബി എന്ന് പറയുന്നത് പാത്ത് ലെങ്ത് ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ, ഒക്കെയാണല്ലോ. ഇത് നമ്മളിവിടെ ട്രാൻസ്മിറ്റൻസ് എന്ന് പറഞ്ഞ ഒരു ടേമും കൂടി ഉണ്ട്. ട്രാൻസ്മിറ്റൻസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടെ ലൈറ്റ് നമ്മൾ അബ്സോർബ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അബ്സോർബ് ചെയ്യപ്പെടാതെ പുറത്തു വരുന്ന ലൈറ്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ മെഷർമെന്റ് ആണ് ട്രാൻസ്മിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസ്മിറ്റൻസ് ഇവിടെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ഈ ലൈറ്റ്, ഈ സൊല്യൂഷൻ കുറച്ച് ലൈറ്റിനെ മാത്രമേ അബ്സോർബ് ചെയ്തിട്ടുള്ളൂ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ അബ്സോർബൻസ് കൂടിയാൽ ട്രാൻസ്മിറ്റൻസ് കുറയും, ട്രാൻസ്മിറ്റൻസ് കൂടിയാൽ അബ്സോർബൻസ് കുറയും. രണ്ടും ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ അപ്പൊ നമുക്ക് ഈ ട്രാൻസ്മിറ്റൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ട്രാൻസ്മിറ്റൻസ് എന്താണ്, ഇത് റേഷ്യോ ആണ്. ട്രാൻസ്മിറ്റൻസ് ഈക്വൽ I/I0. ഓക്കെ, I എന്തായിരുന്നു, നമ്മുടെ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ആണ്. I0 എന്താണ്, ഇന്റൻസിറ്റി ഓഫ്, സോറി, I എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ആ ഒരു ട്രാൻസ്മിറ്റഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആണ്. I0 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇൻസിഡന്റ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ടി എന്താണ്, ട്രാൻസ്മിറ്റൻസ് ഈക്വൽ I/I0. വെൽ I ഈസ് ദ light intensity after it pass through the sample and I0 is the initial light intensity. Okay, അപ്പൊ I0 എന്ന് പറയുന്നത് ഇനീഷ്യൽ ലൈറ്റ് ഇന്റൻസിറ്റി ആണ്. I എന്ന് പറയുന്നത് എന്താണ്, ഫൈനൽ ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആണ്. then അതിന്റെ റിലേഷൻ എന്തായിരുന്നു, എ ഈക്വൽ, ഈ അബ്സോർബൻസും നമ്മുടെ ഈ ട്രാൻസ്മിറ്റൻസും തമ്മിലുള്ള റിലേഷൻ എന്താണ്, എ ഈക്വൽ നെഗറ്റീവ് ലോഗ് ടി. ഓക്കെ, നെഗറ്റീവ് ലോഗരിതമിക് റിലേഷൻ ആണ് എ ഈക്വൽ നെഗറ്റീവ് ലോഗ് ടി. എ എന്താണ്, നമ്മുടെ അബ്സോർബൻസ് ആണ്. ടി എന്താണ്, ട്രാൻസ്മിറ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അബ്സോർബൻസും ട്രാൻസ്മിറ്റൻസും തമ്മിലുള്ള റിലേഷൻ എന്താണ്, എ ഈക്വൽ അബ്സോർബൻസ് ഈക്വൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് ട്രാൻസ്മിറ്റൻസ്. ഓക്കെ, അപ്പൊ എ ഈക്വൽ നെഗറ്റീവ് ലോഗ് ടി. ഇനി ഈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം I/I0 ആണ് അല്ലെ. റേഷ്യോ ഓഫ് എന്താണ്, റേഷ്യോ ഓഫ് അതായത് ഫൈനൽ ലൈറ്റ് ഇന്റൻസിറ്റി ടു ഇനീഷ്യൽ ലൈറ്റ് ഇന്റൻസിറ്റി ആണ് അല്ലെ. അപ്പൊ എന്താണ്, നെഗറ്റീവ് ലോഗ്, ഈ ടിയുടെ സ്ഥാനത്ത് നമുക്ക് I/I0 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷനും പഠിച്ചു വെക്കണം. എ ഈക്വൽ നെഗറ്റീവ് ലോഗ് ടി, എ ഈക്വൽ നെഗറ്റീവ് ലോഗ് ഓഫ് I/I0. ഓക്കെ, അപ്പോ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ കളറിമീറ്ററിന് എന്തൊക്കെ ഉണ്ടായിരിക്കും, ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടായിരിക്കും. ഈ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫിലമെന്റ് ലാമ്പ് ആണ്. ഓക്കെ, അഥവാ നമ്മുടെ ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ് നമ്മുടെ കളറിമീറ്ററിലെ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഒരു ഫിൽറ്റർ അല്ലെങ്കിൽ ഒരു മോണോക്രോമേറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, ഒന്നല്ലെങ്കിൽ ഫിൽറ്റർ അല്ലെങ്കിൽ മോണോക്രോമേറ്റർ. എന്താണ്, ദ ഡിവൈസ് ദാറ്റ് സെലക്ട് ദ ഡിസയേർഡ് വേവ് ലെങ്ത്. നമുക്ക് ഡിസയേർഡ് വേവ് ലെങ്തിലുള്ള ലൈറ്റിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിൽറ്റർ അല്ലെങ്കിൽ മോണോക്രോമേറ്റർ യൂസ് ചെയ്യുന്നത്. ഇതിന് ക്യുവറ്റ് ചാമ്പർ ഉണ്ടായിരിക്കും. ഈ ക്യുവറ്റ് ചാമ്പർ എന്താണ്, ഈ ക്യുവറ്റ് ചാമ്പറിലാണ് നമ്മൾ സാമ്പിൾ എടുക്കുക. ഓക്കെ, അപ്പൊ ഈ ലൈറ്റ് പാസ് ചെയ്യുക ഏതിലൂടെയാണ്, ഈ ക്യുവറ്റ് ചേമ്പറിലൂടെയാണ്. ഇതിന് ഡിറ്റക്ടർ ഉണ്ടായിരിക്കും. ഡിറ്റക്ടർ എന്താണ്, ഇറ്റ് ഈസ് എ ഫോട്ടോ സെൻസിറ്റീവ് എലമെന്റ് ദാറ്റ് കൺവേർട്ട് ലൈറ്റ് ഇൻ ടു ഇലക്ട്രിക് സിഗ്നൽസ്. നമ്മുടെ ലൈറ്റിനെ ഇലക്ട്രിക് സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിറ്റക്ടർ ഉണ്ടായിരിക്കും. ദെൻ ഗാൽവനോമീറ്റർ ഉണ്ടായിരിക്കും, മെഷേഴ്സ് ഇലക്ട്രിക് സിഗ്നൽസ് ക്വാണ്ടിറ്റേറ്റീവ്ലി. ഓക്കെ, അപ്പൊ ഇത്രയും പാർട്സ് ആണ് നമ്മുടെ എന്തിനുള്ളത്, കളറിമീറ്ററിന് ഉള്ളത്. ഇതാണ് കളറിമീറ്ററിന്റെ ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്നത്. ലൈറ്റ് സോഴ്സ് ഉണ്ടായിരിക്കും. ഈ ലൈറ്റ് സോഴ്സ് ഒരു മോണോക്രോമേറ്ററിലൂടെ, ഓക്കെ, മോണോക്രോമേറ്ററിലൂടെ എന്തിനാ കടത്തിവിടുന്നത്, നമുക്ക് ഡിസയേർഡ് വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് കിട്ടാൻ വേണ്ടി, ഒരേപോലെയുള്ള വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മോണോക്രോമേറ്ററിലൂടെ കടത്തിവിടുന്നത്. ദെൻ ഇത് ക്യുവറ്റ് സാമ്പിൾ ആണ്, ഈ സാമ്പിളിലൂടെ പോകും. ദെൻ നമ്മുടെ ഡിറ്റക്ടർ, റെക്കോർഡർ. ഓക്കെ, ഇതിനടുത്തതാണ് സെൻട്രിഫ്യൂഗേഷൻ. ഓക്കെ, അപ്പൊ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്,
ഒരു സൊല്യൂഷനിലുള്ള സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും, പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ അല്ലെങ്കിൽ സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞ ആ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ചായയിൽ എന്തുണ്ടായിരിക്കും, നമ്മുടെ അതിലെ ചായപ്പൊടി ഉണ്ടായിരിക്കും, ചായ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിൽ നമുക്ക് പാർട്ടിക്കിൾസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ആ ചായ നമുക്ക് കുറച്ചു നേരം അനങ്ങാതെ ഇങ്ങനെ വെച്ചാൽ എന്താണ്, ആ ചായപ്പൊടിയൊക്കെ നമ്മുടെ അടിയിൽ സെഡിമെന്റ് ആയി കിടക്കും അല്ലെ. അങ്ങനെ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ നമുക്ക് ചില അത്തരം വലിയ പാർട്ടിക്കിൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. എന്നാൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സൊല്യൂഷനാ വിചാരിക്കാം. അങ്ങനെ എളുപ്പം നമുക്ക് പാർട്ടിക്കിൾസിനെ അങ്ങനെ സെഡിമെന്റ് ചെയ്തിട്ട് നമുക്ക് എന്താണ് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല വിചാരിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുക. അപ്പൊ ആ സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റിലൂടെ നമുക്ക് എന്താണ് പെട്ടെന്ന് നമുക്ക് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോ എന്താണ്, in a solution, particles whose density is higher than that of the solvent sink. Okay, and particles that are lighter than it floats on the top. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു സൊല്യൂഷനിൽ അതിന്റെ പാർട്ടിക്കിൾസിനുള്ള ഡെൻസിറ്റി വേരിയൻ ഡെൻസിറ്റി ഉള്ള അതിലെ പാർട്ടിക്കിൾസിന് അതിന്റെ ഡെൻസിറ്റി ഡിഫറെന്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ സെൻട്രിഫ്യൂഗേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഇപ്പൊ ഒരു സൊല്യൂഷനിലെ ഡെൻസിറ്റി കൂടിയ പാർട്ടിക്കിൾസ് എന്താണ് സിങ്ക് ചെയ്ത് കിടക്കും. ഓക്കെ, അതായത് അതിന് സെഡിമെന്റ് എന്നാണ് പറയുക, സിങ്ക് ആയിട്ട് താഴ്ന്നു കിടക്കും അല്ലെങ്കിൽ സെഡിമെന്റ് ചെയ്ത് കിടക്കും. ഓക്കെ, ദെൻ ദ പാർട്ടിക്കിൾസ് ദാറ്റ് ആർ ലൈറ്റർ, അപ്പൊ സോൾവെന്റിനേക്കാൾ എന്താണ് നമ്മുടെ പാർട്ടിക്കിൾസിൽ സോൾവെന്റിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അത് സിങ്ക് ചെയ്ത് കിടക്കും. ഓക്കെ, ദെൻ അതിന് പാർട്ടിക്കിൾസിന് എന്താണ് നമ്മുടെ സോൾവെന്റിനേക്കാൾ ഡെൻസിറ്റി കുറവാണെങ്കിൽ ആ പാർട്ടിക്കിൾസ് എന്താണ് ഫ്ലോട്ട് ചെയ്ത് നമ്മുടെ സോൾവെന്റിന്റെ മുകളിൽ എന്താണ് ഫ്ലോട്ട് ചെയ്തിട്ട് കിടക്കും. ഓക്കെ, അപ്പൊ ദ ഗ്രേറ്റർ ദ ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി ദ ഫാസ്റ്റർ ദേ മൂവ്. അപ്പൊ എന്താണ് ഇങ്ങനെ ഡെൻസിറ്റിയിലുള്ള ഡിഫറൻസ്, ഒരുപാട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡെൻസിറ്റിയിലെ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ എന്താണ് അവ നന്നായിട്ട് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. ഇഫ് ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി അല്ലെങ്കിൽ ഐസോപിക്നിക് കണ്ടീഷൻസ് ആണെങ്കിൽ ദ പാർട്ടിക്കിൾ സ്റ്റേ സ്റ്റഡി. ഓക്കെ, അപ്പൊ ആ ഡെൻസിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാർട്ടിക്കിൾസ് നന്നായിട്ട് മൂവ് ചെയ്യുകയുള്ളൂ. then അവിടെ ഡെൻസിറ്റിയിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ അതിന് ഐസോപിക്നിക് കണ്ടീഷൻസ് എന്നാണ് പറയുക. പാർട്ടിക്കിൾസ് എന്താണ് ഈ സ്റ്റഡി ആയിട്ട് അങ്ങനെ സ്റ്റേ ചെയ്യും. ഓക്കെ, അപ്പോ ഇത് സെൻട്രിഫ്യൂജിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, സെഡിമെന്റേഷൻ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സെൻട്രിഫ്യൂജ് വർക്ക് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്, സെഡിമെന്റേഷൻ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, the centripetal acceleration causes denser substances and particles to move outward in the radial direction. At the same time, objects that are less denser are displaced and move to the center. അപ്പൊ എന്താ പറയുന്നത്, നമ്മൾ ഒരു സൊല്യൂഷനിലെ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന എന്ത് യൂസ് ചെയ്യുന്നത്, സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഗ്രാവിറ്റീനെ ബേസ് ചെയ്ത് നമ്മൾ പാർട്ടിക്കിൾസിന്റെ ഡെൻസിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ ഈ സെൻട്രിഫ്യൂജ് ചേമ്പറിൽ വെച്ചിട്ട് നമ്മുടെ സാമ്പിളിനെ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും, ഒരു സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഫോം ചെയ്യും. ആ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ വഴി ഡെൻസർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഔട്ട്വാർഡ് സൈഡിലേക്ക്, ആ ഒരു റേഡിയൽ ഡയറക്ഷന്റെ ഔട്ട്വാർഡിലേക്ക് മൂവ് ചെയ്യും. ദെൻ ലെസ് ഡെൻസർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് മൂവ് ടു ദ സെന്റർ. ഓക്കെ, അപ്പൊ ആ റേഡിയൽ ഡയറക്ഷന്റെ സെന്ററിലേക്ക് ലെസ് ഡെൻസർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. ദെൻ ഡെൻസിറ്റി കൂടിയ പാർട്ടിക്കിൾസ് എന്താണ് നമ്മുടെ റേഡിയൽ ഡയറക്ഷനിൽ നിന്നും ഔട്ട്വാർഡ് ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് ആ ഒരു പാർട്ടിക്കിൾസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സെൻട്രിഫ്യൂജ് മെഷീന്റെ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിലാണ് നമ്മൾ എന്ത് വെക്കുക, നമ്മുടെ സാമ്പിള് വെക്കുക. ഓക്കെ, അപ്പൊ ഈ സാമ്പിൾ വെച്ചിട്ട് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബിഫോർ എന്തായിരിക്കും, ആദ്യം എന്താണ് ഇതിങ്ങനെ ഫുള്ള് നമ്മുടെ പാർട്ടിക്കിൾസ് എല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്യപ്പെടാതെ ഇങ്ങനെ മിക്സഡ് ആയിട്ട് കിടക്കാരം. ഓക്കെ, അപ്പൊ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത ശേഷം നമുക്ക് എന്ത് കിട്ടും, ഈ സാമ്പിൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിടക്കും. ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ താഴെയും ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് പാർട്ടിക്കിൾസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് കിട്ടും. ഓക്കെ,
അപ്പൊ ഇങ്ങനെ ഈ മുകളിൽ കിടക്കുന്നതിനെ സൂപ്പർ നേറ്റന്റ് എന്നും താഴെ കിടക്കുന്ന പാർട്ടിക്കിൾസിനെ പെല്ലറ്റ്സ് എന്നുമാണ് നമ്മൾ പറയുക. ഓക്കെ. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ലബോറട്ടറീസിൽ യൂസ് ചെയ്യുന്ന സെൻട്രിഫ്യൂജിനെ ടാബിൾ ടോപ്പ് സെൻട്രിഫ്യൂജ് എന്നാണ് പറയുക. അപ്പൊ അത് ലോ സ്പീഡ് ടാബിൾ ടോപ്പ് സെൻട്രിഫ്യൂജും ഉണ്ട്, ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജും ഉണ്ട്. ഓക്കെ. അപ്പൊ ലോ സ്പീഡ് ടാബിൾ ടോപ്പ് സെൻട്രിഫ്യൂജിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ റൊട്ടേഷൻ പെർ മിനിറ്റ്സ് അല്ലെങ്കിൽ റെവല്യൂഷൻ പെർ മിനിറ്റ്സ് എന്ന് പറയുന്നത് 10,000 ആയിരിക്കും. ഓക്കെ. അപ്പൊ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്? അത് 10,000 RPM റേറ്റിലാണ് നമ്മുടെ ലോ സ്പീഡ് ടാബിൾ ടോപ്പ് സെൻട്രിഫ്യൂജ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് സാധാരണയായിട്ട് എന്തിനാണ്? നമ്മുടെ ബ്ലഡ് സെൽസ്, റെഡ് ബ്ലഡ് സെൽസിനെ ഒക്കെ എന്താണ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ലോ സ്പീഡ് ടാബിൾ ടോപ്പ് സെൻട്രിഫ്യൂജ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യൂസ്ഡ് പ്രൈമർലി ടു സ്പിൻ റെഡ് ബ്ലഡ് സെൽസ്, RBCs സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ സ്പീഡ് സെൻട്രിഫ്യൂജ് യൂസ് ചെയ്യുന്നത്. അതിന്റെ RPM എന്ന് പറയുന്നത് എത്രയാണ്? 10,000 ആണ്. ഓക്കെ. ദെൻ അടുത്തതാണ് ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജ്. ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജിന്റെ പ്രത്യേകത എന്താണ്? അവ 10,000 to 30,000 RPM-ലാണ് അത് റൊട്ടേഷൻ ചെയ്യുക. അതായത് ഒരു മിനിറ്റിൽ 10,000 to 30,000 വരെ അത് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യുക? നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന്റെ സെൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ സെൽസ് ഡെബ്രിസസ്, ദെൻ അത് പ്രെസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ. അതായത് പ്രിപ്പറേറ്റീവ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇതിന് എന്താണ്? ദേ കൻ ആൾസോ സെപ്പറേറ്റ് വൈറസസ് ആൻഡ് സെല്ലുലാർ ഓർഗാനിൽസ്. നമുക്ക് നമ്മുടെ വൈറസസിനെയും സെല്ലുലാർ ഓർഗാനിൽസിനെയും ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ ഇതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഇലക്ട്രിക്കൽ മോട്ടോർ ഉണ്ടായിരിക്കും, ദെൻ ഒരു ഷാഫ്റ്റ് ഉണ്ടായിരിക്കും, റോട്ടർ ഉണ്ടായിരിക്കും. ഈ റോട്ടർ ആണ് നന്നായിട്ട് എന്താണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ഇലക്ട്രിക് മോട്ടോർ എന്താണ് ചെയ്യുക? ഇലക്ട്രിക് മോട്ടോർ ഈ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ റോട്ടറിനെ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ. റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ എന്താണ്? ചില സെൻട്രിഫ്യൂജ് എന്താണ്? റെഫ്രിജറേറ്റഡ് ആയിരിക്കും. ഓക്കെ. അപ്പോ ചില സബ്സ്റ്റൻസിന് നമുക്ക് അതിനെ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ മാറാൻ പാടില്ല, അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറിലായിരിക്കണം അത് ചെയ്യേണ്ടിയിരിക്കുക, ഓപ്പറേറ്റ് ചെയ്യേണ്ടിയിരിക്കുക. അപ്പൊ അത്തരം സെൻട്രിഫ്യൂജ് എന്തായിരിക്കും? റെഫ്രിജറേറ്റഡ് ആയിരിക്കും. അപ്പൊ അതിൽ എന്തുണ്ടായിരിക്കും? ഒരു കംപ്രസർ ഉണ്ടായിരിക്കും. then അതിന് വേണ്ടിയിട്ടുള്ള അസോസിയേറ്റഡ് കമ്പോണൻസ് ഒക്കെ പ്രസന്റ് ആയിരിക്കും. ദ സെൻട്രിഫ്യൂജ് ഹെഡ് കണ്ടെയ്ൻസ് ദ കപ്പ് ഓർ ഷീൽഡ് ദാറ്റ് കവർ ദ റോട്ടർ ആൻഡ് ടേൺസ് ഓൺ എ സ്പിൻഡിൽ. അപ്പൊ ഈ റോട്ടറിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും? ഒരു കപ്പ് അല്ലെങ്കിൽ ഷീൽഡ്സ് ഉണ്ടായിരിക്കും. ദെൻ പവർ സ്വിച്ച്, ബ്രേക്കിംഗ് ഡിവൈസ്, പൊട്ടൻഷ്യോമീറ്റർ അതൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ. ദെൻ ചില ഇതിൽ എന്തുണ്ടായിരിക്കും? എക്യുപ്ഡ് LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഉണ്ടായിരിക്കും. ഓക്കെ. ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. അപ്പോ ചില സെൻട്രിഫ്യൂജിൽ അതൊക്കെ പ്രസന്റ് ആയിരിക്കും. അപ്പൊ മെയിൻ ആയിട്ട് എന്താണ്? ഒരു റോട്ടർ ഉണ്ടായിരിക്കും. ഓക്കെ. റോട്ടർ ആണ് അതിലെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത്. then ഇലക്ട്രിക്കൽ മോട്ടോർ ഉണ്ടായിരിക്കും, ഒരു ഷാഫ്റ്റ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ. മെയിൻ ആയിട്ട് ഇതിന്റെ ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കുക, then അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കുക. ഓക്കെ. അതിന്റെ യൂസസ് എന്താണെന്ന് നോക്കുക. അപ്പൊ ഇതിൽ ഓരോന്നും ഏതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ലോ സ്പീഡ് ടാബിൾ ടോപ്പ് സെൻട്രിഫ്യൂജ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ RBCs-നെ സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രിപ്പറേറ്റീവ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജ് ആണ്. ഇത് നമ്മുടെ വൈറസസ്, സെല്ലുലാർ ഓർഗാനിൽസ് അതിനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജ് ആണ്. ഓക്കെ. ദെൻ സെഡിമെന്റേഷൻ പ്രിൻസിപ്പളിന്റെ ബേസ് ചെയ്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സെൻട്രിഫ്യൂജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ അടുത്തതാണ് ഓട്ടോ അനലൈസർ എന്ന് പറയുന്നത്. എന്താണ് ഓട്ടോ അനലൈസർ എന്ന് പറയുന്നത്? ഓട്ടോ അനലൈസർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ബയോളജിക്കൽ സാമ്പിൾസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ബയോളജിക്കൽ സാമ്പിൾസിൽ എത്ര കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂൻസ് പ്രസന്റ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോ അനലൈസർ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബ്ലഡ് സാമ്പിളിൽ എന്തൊക്കെ പ്രസന്റ് ആണ്, ആ ബ്ലഡ് കെമിസ്ട്രി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് ഓട്ടോ അനലൈസർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഓട്ടോ അനലൈസർ എന്താണ്? ആൻ ഓട്ടോമേറ്റഡ് അനലൈസർ. ഓട്ടോ അനലൈസർ എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് അനലൈസർ ആണ്. ഈസ് എ മെഡിക്കൽ ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ഡിസൈൻഡ് ടു മെഷർ different chemicals and other characteristics in a number of biological samples quickly with minimal human assistance.
നമ്മുടെ ഹ്യൂമൻ അസിസ്റ്റൻസ് കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഓട്ടോമേറ്റഡ് അനലൈസർ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? മെഷർ ഡിഫറെന്റ് കെമിക്കൽസ് ആൻഡ് അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ എ നമ്പർ ഓഫ് ബയോളജിക്കൽ സാമ്പിൾസ്. നമ്മുടെ ബയോളജിക്കൽ സാമ്പിൾസിൽ പ്രസന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് കെമിക്കൽസും അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്താണ് നമുക്ക് അതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ അനലൈസർ യൂസ് ചെയ്യുന്നത്. ദിസ് മെഷർ പ്രോപ്പർട്ടീസ് ഓഫ് ബ്ലഡ് ആൻഡ് അതർ ഫ്ലൂയിഡ്സ്. ഓക്കെ, നമ്മുടെ ബ്ലഡിന്റെയും അതർ ഫ്ലൂയിഡ്സിന്റെയും പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ദെൻ നമുക്ക് ഡയഗ്നോസിസ് ഓഫ് ഡിസീസ്, നമ്മുടെ ഡിസീസ് ഡയഗ്നോസിസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ദ ഓട്ടോ അനലൈസർ സീക്വൻഷ്യലി മെഷേഴ്സ് ബ്ലഡ് കെമിസ്ട്രി ത്രൂ എ സീരീസ് ഓഫ് സ്റ്റെപ്പ് ഓഫ് മിക്സിംഗ് reagent reactions and colorimetric measurements. So it is called continuous flow analysis. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കണം. നമ്മുടെ ഓട്ടോ അനലൈസർ എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് അനാലിസിസിൽ സീരീസ് ഓഫ് സ്റ്റെപ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ വരും? നമ്മുടെ മിക്സിംഗ് വരും, റിയേജന്റ് റിയാക്ഷൻസ് വരും, റിയേജന്റ് മിക്സിംഗ് വരും, ദെൻ കളറിമെട്രിക് മെഷർമെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരുപാട് സീരീസ് ഓഫ് സ്റ്റെപ്സിലൂടെയാണ് നമ്മുടെ ഓട്ടോ അനലൈസർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കണ്ടിന്യൂസ് ഫ്ലോ അനാലിസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ അതിന്റെ പാർട്സ് എന്തൊക്കെയാണ്? ഒരു സാമ്പിളർ ഉണ്ടായിരിക്കും. സാമ്പിളർ എന്താണ്? ആസ്പിരേറ്റ്സ് നമ്മുടെ സാമ്പിൾസിനെയും സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസിനെയും വാഷ് സൊല്യൂഷൻസിനെയും ഒക്കെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആസ്പിരേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാമ്പിളർ ഉണ്ടായിരിക്കും. ദെൻ ഒരു പ്രൊപ്പോർഷനിങ് പമ്പ് ഉണ്ടായിരിക്കും. പ്രൊപ്പോർഷനിങ് പമ്പ് എന്താ ചെയ്യുക? മിക്സിംഗ് സാമ്പിൾ വിത്ത് റിയേജൻസ്, നമ്മുടെ റിയേജൻസിനെ നമ്മുടെ സാമ്പിളുമായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു പ്രൊപ്പോർഷനേറ്റിംഗ് പമ്പ്സ് ഉണ്ടായിരിക്കും. മിക്സസ് സാമ്പിൾ വിത്ത് റിയേജൻസ് സോ ദാറ്റ് പ്രോപ്പർ കെമിക്കൽ കളർ റിയാക്ഷൻ ക്യാൻ ബി ടേക്സ് പ്ലേസ്. അപ്പൊ ഇവിടെ ഒരു പ്രോപ്പർ കളർ റിയാക്ഷൻസ് ഫോം ചെയ്യും, വിച്ച് ആർ ദെൻ റീഡ് ബൈ കളറിമീറ്റർ. അപ്പൊ അവിടെ റിയേജന്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ റിയേജന്റും സാമ്പിളുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അവിടെ കളർ ഫോം ചെയ്യും. ആ കളറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കളറിമീറ്റർ വർക്ക് ചെയ്യുന്നത്. ദെൻ അതിന്റെ കോൺസെൻട്രേഷൻ കണ്ടെത്തുന്നത് ആ ഒരു കളറ് നോക്കിയിട്ടാണ്. ഓക്കെ, അപ്പൊ അതിന് പ്രൊപ്പോർഷനേറ്റിംഗ് പമ്പാണ് ആ ഒരു സാമ്പിൾസിനെയും റിയേജന്റിനെയും മിക്സ് ചെയ്തിട്ട് കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ എന്തായിരിക്കും? ഒരു ഡയലൈസർ ഉണ്ടായിരിക്കും. ഡയലൈസർ എന്തിനാണ്? നമ്മുടെ സാമ്പിളിൽ പ്രസന്റ് ആയിട്ടുള്ള ഇന്റർഫിയറിംഗ് സബ്സ്റ്റൻസിനെയൊക്കെ ഒന്ന് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയലൈസർ യൂസ് ചെയ്യുന്നത്. പെർമിറ്റിംഗ് സെലക്റ്റീവ് പാസേജ് ഓഫ് സാമ്പിൾ കമ്പോണൻസ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇപ്പൊ നമ്മുടെ സാമ്പിൾസിനെ സെലക്റ്റീവ് ആയിട്ട് അതിന് പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഡയലൈസർ യൂസ് ചെയ്യുന്നത്. ഇന്റർഫിയറിംഗ് സബ്സ്റ്റൻസിനെയൊക്കെ അത് സെപ്പറേറ്റ് ചെയ്യും. ഇതിനൊരു ഹീറ്റിംഗ് ബാത്ത് ഉണ്ടായിരിക്കും. ഹീറ്റിംഗ് ബാത്ത് എന്തിനാണ്? നമുക്കൊരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും ആ ഒരു ക്രിട്ടിക്കൽ കളർ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹീറ്റിംഗ് ബാത്ത് യൂസ് ചെയ്യുന്നത്. ഇതിനെന്താണ്? ഒരു കളറി മീറ്റർ ഉണ്ടായിരിക്കും. കളറി മീറ്റർ മോണിറ്റേഴ്സ് ദ ചേഞ്ചിങ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് സ്ട്രീം ഫ്ലോവിംഗ് ത്രൂ എ ട്യൂബുലാർ ഫ്ലോ സെൽ. കളർ ഇന്റൻസിറ്റീസ് പ്രൊപ്പോർഷണൽ ടു ദ സബ്സ്റ്റൻസസ് കോൺസെൻട്രേഷൻ ആർ കൺവേർട്ടഡ് ടു ഇക്വാലന്റ് ഇലക്ട്രിക്കൽ വോൾട്ടേജസ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ കളറിനെ ആ കളർ ഇന്റൻസിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ മോണിറ്റർ ചെയ്യുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് കളറി മീറ്റർ ആണ്. എന്താണ്? അതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ വോൾട്ടേജ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യും. ദെൻ റെക്കോർഡർ ഉണ്ടായിരിക്കും. ഈ റെക്കോർഡർ എന്താണ്? ഈ ഇലക്ട്രിക്കൽ വോൾട്ടേജിനെ ഔട്ട്പുട്ട് ഇൻഫർമേഷൻ ഒരു ഗ്രാഫിക്കൽ ഫോം ആയിട്ട് അത് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അപ്പൊ ദീസ് ഇൻസ്ട്രുമെന്റ്സ് ടിപ്പിക്കലി ഡിറ്റർമൈൻസ് ദ ലെവൽസ് ഓഫ്, അപ്പൊ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ആൽബുമിൻ ലെവൽ, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്, അസ്പാർട്ടൈം ട്രാൻസാമിനേസ്, ബ്ലഡ് യൂറിയ, നൈട്രജൻ, ബിലിറൂബിൻ, കാൽഷ്യം, കൊളസ്ട്രോൾ, ക്രിയാറ്റിൻ, ഗ്ലൂക്കോസ്, ഇനോർഗാനിക് ഫോസ്ഫറസ്, പ്രോട്ടീൻസ് ആൻഡ് യൂറിക് ആസിഡ് ഇൻ ബ്ലഡ് സിറം. ദെൻ നമ്മുടെ ബോഡിയിലെ ഡിഫറെന്റ് സാമ്പിൾസ് ഒക്കെ നമുക്ക് ഈ ഓട്ടോ അനലൈസർ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതിന്റെ ടൈപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് സെമി ഓട്ടോ അനലൈസർ. അപ്പൊ അതിന്റെ പേരിൽ തന്നെ ഉണ്ട് എന്താണ്? ഫുള്ളി ഓട്ടോമേറ്റഡ് അല്ല, സെമി ഓട്ടോ അനലൈസർ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നമ്മൾ ഈ സാമ്പിൾ ലോഡിങ്ങും റിയേജന്റ് പ്രിപ്പറേഷനും ഒക്കെ എന്താണ് നമ്മൾ ചെയ്തു കൊടുക്കണം. ഓക്കെ, നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പൊ നമ്മുടെ എന്താണ് ഇന്റർവെൻഷൻ അവിടെ ആവശ്യമാണ്. അപ്പൊ അത്തരം ഓട്ടോ അനലൈസറിനെയാണ് നമ്മൾ സെമി ഓട്ടോ അനലൈസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെമി ഓട്ടോ അനലൈസർ ആണ് നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ ലബോറട്ടറീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ബാച്ച് അനലൈസർ. ബാച്ച് അനലൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഫുള്ളി ഓട്ടോമേറ്റഡ് അനലൈസർ ആണ്. ഓക്കെ, അതിലെന്താണ്? സിംഗിൾ അനാലിസിസ് ഓൺ ആൻ ഇൻഡിവിജ്വൽ സ്പെസിമെൻ.
അവിടെ ഇൻഡിവിജ്വൽ സ്പെസിമെൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, സിംഗിൾ അനാലിസിസ് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ദ റിയേജന്റ് മിക്സ്ചർ ഈസ് മിക്സ്ഡ് ആൻഡ് ഫെഡ് ഓട്ടോമാറ്റിക്കലി. അപ്പൊ ഇവിടെ ഈ സാമ്പിൾ ലോഡിങ്ങും അതേപോലെ റിയേജന്റ് മിക്സ്ചറിംഗ് ഒക്കെ എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യും. അവിടെ നമ്മൾ റിയേജന്റ് പ്രിപ്പറേഷൻസ് ഒന്നും നമ്മൾ ചെയ്യേണ്ട. ഓക്കെ, വൺ റിയേജന്റ് ഈസ് സ്റ്റോർഡ് in a machine at a time, enabling one batch of a specific test to be automatically conducted. അപ്പൊ ഇവിടെ ഒരൊറ്റ റിയേജന്റ് മാത്രമേ ഇതിൽ ഉണ്ടായിരിക്കുള്ളൂ, ഒരൊറ്റ ടെസ്റ്റ് മാത്രം, അറ്റ് എ ടൈം ഒരൊറ്റ ടെസ്റ്റ് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പൊ അത്തരം അനലൈസറിനെയാണ് നമ്മൾ ബാച്ച് അനലൈസർ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് RA100 എന്ന് പറയുന്നത്. അടുത്തതാണ് റാൻഡം ആക്സസ് ഓട്ടോ അനലൈസർ. ഓക്കെ, ഈ റാൻഡം ആക്സസ് ഓട്ടോ അനലൈസർ എന്താണ്? ഇവിടെ നമുക്ക് ഡിസ്ക്രീറ്റ് അനാലിസിസ് പറ്റും. ഓക്കെ, ബാച്ച് അനലൈസറിൽ ഒരൊറ്റ അനാലിസിസ് മാത്രമേ പറ്റിയിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ നമുക്ക് എന്താണ് ഡിസ്ക്രീറ്റ് അനാലിസിസ് പറ്റും. പെർഫോം വെറൈറ്റി ഓഫ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ വേരിയസ് ടെസ്റ്റ് അറ്റ് എ ടൈംസ് നമുക്ക് റാൻഡം ആക്സസ് ഓട്ടോ അനലൈസർ യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് എനി ഗിവൺ നമ്പർ ഓഫ് സ്പെസിമെൻ അറ്റ് എനി ടൈം. ഓക്കെ, അപ്പൊ ഒന്നിൽ കൂടുതൽ നമുക്ക് ടെസ്റ്റിൽ നമുക്ക് ഒരു ടൈം ചെയ്യാൻ പറ്റും. ദീസ് അനലൈസർ ക്യാൻ സ്റ്റോർ മോർ ദാൻ വൺ റിയേജന്റ്. ഇപ്പൊ ബാച്ച് അനലൈസറിൽ എന്തായിരുന്നു? ഒരൊറ്റ റിയേജന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ എന്താണ്? നമുക്ക് ഒരുപാട് റിയേജൻസ്, നമുക്ക് മോർ ദാൻ വൺ റിയേജന്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. സാമ്പിൾസ് ആർ പ്ലേസ്ഡ് ഇൻ എ മെഷീൻ ആൻഡ് ദ കമ്പ്യൂട്ടർ ഈസ് പ്രോഗ്രാം ടു ക്യാരി ഔട്ട് ദ നമ്പർ ഓഫ് സെലക്ടഡ് ടെസ്റ്റ് ഓൺ ഈച്ച് സാമ്പിൾ. അപ്പൊ ഇവിടെ കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പൊ അതനുസരിച്ചാണ് ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് എന്ത്? ഒരു ഹിറ്റാച്ചി 912 എന്ന് പറയുന്നത് എന്താണ്? റാൻഡം ആക്സസ് ഓട്ടോ അനലൈസറിന് എക്സാമ്പിൾ ആണ്. ബാച്ച് അനലൈസറിന് ഏതായിരുന്നു? RA100 ബാച്ച് അനലൈസറിനുള്ള എക്സാമ്പിൾ ആണ്. ഇന്ന് ചില ടേംസ് നോക്കാം നമുക്ക്. ഈ ഓട്ടോ അനലൈസറിൽ നമുക്ക് ഉപയോഗിക്കുന്ന ചില ടേംസ് നോക്കാം. ബാച്ച് അനാലിസിസ്. ബാച്ച് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ സാമ്പിൾ ടെസ്റ്റഡ് ഇൻ എ റൺ. അതായത് ഒരൊറ്റ റണ്ണറിൽ എന്താണ്? ഒരൊറ്റ റണ്ണിൽ നമ്മൾ സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, സീക്വൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ ടെസ്റ്റഡ് വൺ ആഫ്റ്റർ അതർ. അതായത് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ബാച്ച് അനാലിസിസ് പറഞ്ഞാൽ ഇവിടെ ഒരു ഒറ്റ സാമ്പിൾ മാത്രം, അതായത് ഒരേപോലത്തെ മൾട്ടിപ്പിൾ സാമ്പിൾസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഒരൊറ്റ റണ്ണിൽ. സീക്വൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾസ് ടെസ്റ്റഡ് വൺ ആഫ്റ്റർ ദ അതർ, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന്, അങ്ങനെയാണ് നമ്മൾ സീക്വൻഷ്യൽ അനാലിസിസ് ചെയ്യുക. അടുത്തതാണ് സിംഗിൾ ചാനൽ അനാലിസിസ് അഥവാ സിംഗിൾ ടെസ്റ്റ് അനാലിസിസ്. ഈച്ച് ഓഫ് ദ സാമ്പിൾ ഈസ് അനലൈസ്ഡ് ബൈ എ സിംഗിൾ പ്രോസസ്, റിസൾട്ട് ഓഫ് എ സിംഗിൾ പാരാമീറ്റർ ഈസ് പ്രൊഡ്യൂസ്ഡ്. എന്താണ്? ഒരു സിംഗിൾ പാരാമീറ്റർ മാത്രമേ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. ഇതിനൊരു സിംഗിൾ പ്രോസസ്സിലൂടെ നമ്മൾ സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിംഗിൾ ചാനൽ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ മൾട്ടിപ്പിൾ ചാനൽ അനാലിസിസ് അഥവാ മൾട്ടിപ്പിൾ ടെസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈച്ച് ഓഫ് ദ സാമ്പിൾ ഈസ് സബ്ജക്ട് ടു മൾട്ടിപ്പിൾ അനലിറ്റിക്കൽ പ്രോസസ് ആൻഡ് സെറ്റ്സ് ഓഫ് ടെസ്റ്റ് റിസൾട്ട്സ് ആർ ഒബ്റ്റൈൻഡ്. ഇവിടെ എന്താണ്? നമുക്ക് ഒന്നിൽ കൂടുതൽ റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും, റിസൾട്ട്സ് ഉണ്ടായിരിക്കും. മൾട്ടിപ്പിൾ അനലിറ്റിക്കൽ പ്രോസസ് ആണ് ഇവിടെ നടത്തുക. ഓക്കെ, അപ്പൊ ഓരോ സാമ്പിളും എന്താണ്? മൾട്ടിപ്പിൾ അനലിറ്റിക്കൽ പ്രോസസ്സിലൂടെ കടന്നു പോകും. അപ്പൊ അതിനെയാണ് മൾട്ടിപ്പിൾ ചാനൽ അനാലിസിസ് അഥവാ മൾട്ടിപ്പിൾ ടെസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തതാണ് റാൻഡം ആക്സസ് അനാലിസിസ്. എന്താണ്? എനി സാമ്പിൾ മേ ബി അനലൈസ്ഡ് അറ്റ് റാൻഡം ബൈ എ സിഗ്നൽ ടു ദ പ്രോസസിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോ എനി സാമ്പിൾ മേ ബി അനലൈസ് അറ്റ് റാൻഡം. നമുക്ക് റാൻഡം ആയിട്ട് ഏത് സാമ്പിൾ വേണമെങ്കിലും അനലൈസസ് ചെയ്യാം. ബൈ എ സിഗ്നൽ ടു ദ പ്രോസസിംഗ് സിസ്റ്റം. നമ്മുടെ ഈ പ്രോസസിംഗ് സിസ്റ്റത്തിലേക്ക് ഒരു സിഗ്നൽ കൊടുത്തിട്ട് നമുക്ക് ഏത് സാമ്പിൾ വേണമെങ്കിലും എനി സാമ്പിൾ വേണമെങ്കിലും നമുക്ക് റാൻഡം ആയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെയാണ് റാൻഡം ആക്സസ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഹിറ്റാച്ചി 912 എന്നൊക്കെ പറയുന്നത് എന്താണ്? റാൻഡം ആക്സസ് അനാലിസിസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് മൈക്രോ പിപ്പറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് മൈക്രോ പിപ്പറ്റ് എന്ന് പറഞ്ഞാല്? A micropipette is a laboratory equipment that is used to measure and transfer small volume of samples, normally in the microliter range. സാധാരണ പിപ്പറ്റ് എന്താണ്? നമുക്ക് മില്ലി ലിറ്റർ റേഞ്ചിലാണ് അല്ലെ? അപ്പൊ അത് നമുക്ക് എന്താണ്? നമ്മൾ സക്ക് ചെയ്യാണ് ചെയ്യാം. പക്ഷെ ഇവിടെ എന്താണ്? നമുക്ക് ഒരു മൈക്രോ പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്മാൾ വോളിയം ഓഫ് സാമ്പിൾസിനെ നമുക്ക് മെഷർ ചെയ്യാനും അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന, നോർമലി ഇൻ മൈക്രോ ലിറ്റർ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൈക്രോ പിപ്പറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു മൈക്രോ പിപ്പറ്ററിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ പാർട്സ് നോക്കാം. ആദ്യം എന്തുണ്ടാവും? ഒരു പ്ലഞ്ചർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ പ്ലഞ്ചർ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ ഈ പ്ലഞ്ചർ ബട്ടൺ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ ടോപ്പ് മോസ്റ്റ് പാർട്ട് ഓഫ് ദ മൈക്രോ പിപ്പറ്റ്. മൈക്രോ പിപ്പറ്റിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പാർട്ടിലുള്ള ഭാഗമാണ് പ്ലഞ്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അഡ്ജസ്റ്റ് ദ വോളിയം, ആസ്പിരേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ദ റിക്വയർഡ് വോളിയം ഓഫ് ദ സാമ്പിൾ. അപ്പൊ നമുക്ക് ഇത് ഈ പ്ലഞ്ചർ യൂസ് ചെയ്യുന്നത് നമുക്ക് വോളിയം, നമുക്ക് എത്ര വോളിയം ആണ് വേണ്ടത് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഇത് നമുക്ക് ഈ സാമ്പിൾ എടുത്തിട്ട് അതിനെ ആസ്പിരേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഇതിനെന്താണ് ആ ഒരു റിക്വയർഡ് വോളിയത്തില് സാമ്പിളിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ പ്ലഞ്ചർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്ലഞ്ചറിൽ പ്രസ് ചെയ്യുക. ഓക്കെ, ഈ പ്ലഞ്ചറിൽ പ്ലസ് ചെയ്തിട്ട് നമ്മൾ ഏകദേശം നമ്മൾ സിറിഞ്ച് ഉണ്ടല്ലോ അതിന്റെ ഒരു ഇതന്നെയാണ് ഈ പ്ലഞ്ചറിൽ പ്രസ് ചെയ്യുക. പ്ലഞ്ചറിൽ പ്രസ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വോളിയം, ആദ്യം നമ്മൾ എത്ര വോളിയം ആണോ വേണ്ടത് അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, ആദ്യം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടാകും, എന്നിട്ടാണ് നമ്മളത് പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റഡ് വോളിയം നമുക്ക് എന്താണ് ഇതിലേക്ക് കിട്ടും. ഓക്കെ, then it should be rotated clockwise or anti-clockwise to increase or decrease the volume. അപ്പൊ നമുക്ക് ആ വോളിയം കുറക്കാനും കൂട്ടാനൊക്കെ പറ്റും. അതിനെ റൊട്ടേറ്റ് ചെയ്താൽ മതി ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. എ ഡിസ്റ്റിങ്ക്ട് ക്ലിക്ക് സൗണ്ട് ക്യാൻ ബി ആൾസോ ഹിയർഡ് അറ്റ് ഈച്ച് വോളിയം ചേഞ്ച്. അപ്പൊ ഓരോ ഈച്ച് വോളിയം ചേഞ്ച് ഉണ്ടായിരിക്കുമ്പോൾ ഒരു ക്ലിക്ക് സൗണ്ട് നമുക്ക് ഒബ്റ്റൈൻ ചെയ്യും. One important thing is that it has two stops to pick up liquid in forward and reverse pipetting. അതിന് രണ്ട് സ്റ്റോപ്സ് ഉണ്ടായിരിക്കും. എന്തിനാണ്? ലിക്വിഡ് ഇൻ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് പിപ്പറ്റിംഗ്. ഓക്കെ, അപ്പൊ ഫോർവേഡ് പിപ്പറ്റിങ്ങിനും റിവേഴ്സ് പിപ്പറ്റിങ്ങിനും വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും? ഒരു രണ്ട് സ്റ്റോപ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഒരു സ്റ്റോപ്സ് എന്തിനാണ്? നമുക്കൊന്ന് സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് ആ സാമ്പിൾ എടുത്തിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് ആ സാമ്പിള് ഇതിലേക്കും നമ്മൾ അത് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മറ്റൊരു സ്റ്റോപ്സും ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഒരു ടിപ്പ് എജക്ടർ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു റിമൂവ് മൈക്രോ പിപ്പറ്റ് ടിപ്സ് ഈസിലി ബൈ പ്രസ്സിംഗ് ദ ഇജക്ടർ. അപ്പോ ഈ മൈക്രോ പിപ്പറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ ടിപ്പ് എജക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ടിപ്പ് എജക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ടിപ്പ് കോണാണ്. ഓക്കെ, സോറി, ഇതാണ് ടിപ്പ് എജക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ടിപ്പ് എജക്ടർ എന്ന് പറയുന്ന പാർട്ട് ഇതാണ്. അപ്പൊ ഈ ടിപ്പ് എജക്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് മൈക്രോ പിപ്പറ്റ് ടിപ്സ് ഈസിലി ബൈ പ്രസ്സിംഗ് ദ ഇജക്ടർ. അപ്പൊ ഈ മൈക്രോ പിപ്പറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടിപ്പ് എജക്ടർ യൂസ് ചെയ്യുന്നത്. ഇതിന് എന്താണ് വോളിയം വിൻഡോ ഉണ്ടായിരിക്കും. വോളിയം വിൻഡോ എന്തിനാണ്? ഇറ്റ് ഷോസ് ദ അഡ്ജസ്റ്റഡ് വോളിയം. അപ്പോ ഇതാണ് വോളിയം വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോളിയം വിൻഡോയിലൂടെ നമുക്ക് എത്ര എത്ര എമൗണ്ട് ആണ് നമുക്ക് ലിക്വിഡ് വേണ്ടതെന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും? ഒരു ഡിസ്പ്ലേ വിൻഡോ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ഷാഫ്റ്റ്. ഇറ്റ് ഈസ് എ ട്യൂബ് ഫിൽഡ് വിത്ത് എയർ ദാറ്റ് ഈസ് യൂസ്ഡ് ടു പുഷ് ഓർ പുൾ ദ ലിക്വിഡ്. ഒരു ഷാഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ലിക്വിഡിനെ എന്താണ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടും പുൾ ചെയ്യാൻ വേണ്ടിയിട്ടും എന്തുണ്ടായിരിക്കും? ഒരു പ്ലഞ്ചർ ഷാഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പ്ലഞ്ചർ ഷാഫ്റ്റിലെ എയറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അത് പുഷ് ചെയ്യുകയും പുൾ ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് നമ്മുടെ യൂട്യൂബിലൊക്കെ നമുക്ക് ഈ മൈക്രോ പിപ്പറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പൊ ആ ഒരു വീഡിയോസ് കണ്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാകും അതെങ്ങനെയാണ് അതിന്റെ ആ ഒരു വർക്കിംഗ് എന്ന്. ഓക്കെ, അപ്പൊ അത് കണ്ടിട്ട് ഇത് ഈ വായിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ, ഇതിന് മൈക്രോ പിപ്പറ്റ് ടിപ്പ് ഉണ്ടായിരിക്കും. ദ ടിപ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ മൈക്രോ പിപ്പറ്റ് ടു കളക്ട് ആൻഡ് ട്രാൻസ്ഫർ സാമ്പിൾ. അപ്പൊ ഈ ടിപ്സ് ആണ് എന്ത് നമുക്ക് ഈ സാമ്പിൾസിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ടിപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ടിപ്പ് കോൺ ഉണ്ടായിരിക്കും. ഈ ടിപ്പ് കോണിലാണ് നമ്മുടെ സാമ്പിൾ ഇങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ പ്ലേസ് ചെയ്യും. ഒരു വേറൊരു ഫിഗർ കാണിച്ചു തരാം. ഇതാ, ഇവിടെ നോക്കൂ, ഇതാണ് ഈ പിപ്പറ്റ് ടിപ്പ് കണ്ടല്ലോ. ഈ പിപ്പറ്റ് ടിപ്പിലാണ് നമ്മൾ സാമ്പിൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ പിപ്പറ്റ് ടിപ്പ് നമുക്ക് എന്താണ്? നമുക്ക് അത് റിമൂവ് ചെയ്യും. ആദ്യം ഈ പിപ്പറ്റ് ടിപ്പിലേക്ക് നമ്മൾ സാമ്പിൾ എടുക്കും. അതിന് സാമ്പിൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പൊ ആ പിപ്പറ്റ് ടിപ്പ് നമുക്ക് എന്താണ് റിമൂവ് ചെയ്യാനോ ഒക്കെ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് മൈക്രോ പിപ്പറ്റ് ടിപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ മെക്കാനിസം.
The principle behind the function of a micropipette is based on air displacement. അപ്പൊ എയർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, when the plunger is pushed down, it create a vacuum that draws the liquid into the tip. അപ്പൊ എന്താണ്, നമ്മൾ ഈ പ്ലഞ്ചറിൽ നമ്മൾ അമർത്തുക, പുഷ് ഡൗൺ ചെയ്യുക. അപ്പൊ ഡൗണിലേക്ക് പുഷ് ചെയ്യുമ്പോൾ എന്താണ്, അതിൻ്റെ ഉള്ളിൽ മൈക്രോപിപ്പറ്റിനുള്ളിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ ലിക്വിഡിനെ നമുക്ക് എന്താണ് മുകളിലേക്ക് ആ ലിക്വിഡിനെ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. Okay, the volume of a liquid drawn into the tip is determined by the calibrated volume of the micropipette. When the piston is released, the liquid is dispensed from the tip. അപ്പൊ നമ്മൾ ആ ടിപ്പിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ലിക്വിഡ് എടുത്തു. എങ്ങനെയാ ലിക്വിഡ് എടുത്തത്? നമ്മൾ പ്ലഞ്ചറിൽ പ്രസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ലിക്വിഡ് നമ്മുടെ ഈ മൈക്രോപിപ്പറ്റിലേക്ക് കയറും. ഓക്കെ, ഇത് നമുക്ക് ഇത് വേറെ ഏതെങ്കിലും ഒരു ബ്രീക്കറിലേക്കോ എന്തിലേക്കും നമുക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യണം, വേണ്ടേ? അപ്പൊ നമ്മൾ വീണ്ടും എന്താണ്, നമ്മൾ ആ പുഷ് ചെയ്ത അത് നമ്മൾ റിലീസ് ചെയ്യുക. അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ പിസ്റ്റൺ റിലീസ് ചെയ്യുമ്പോൾ എന്താണ്, ആ ലിക്വിഡ് നമുക്ക് ആ ടിപ്പിൽ നിന്നും ആ ലിക്വിഡ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പൊ കോണിക്കൽ ഫ്ലാസ്കോ ബീക്കർ എന്തൊക്കെയും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പൊ എയർ ഡിസ്പ്ലേസ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ മൈക്രോ പിപ്പറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ മൈക്രോ പിപ്പറ്റ് ആർ അവൈലബിൾ ഇൻ സിംഗിൾ ചാനൽ ആൻഡ് മൾട്ടി ചാനൽ. സിംഗിൾ ചാനൽ ഉണ്ടായിരിക്കും, മൾട്ടി ചാനൽ ഉണ്ടായിരിക്കും. ഇത് സിംഗിൾ ചാനലാണ്, ഇതെന്താണ് മൾട്ടി ചാനൽസ് ആണ്. ഓക്കെ, അപ്പോ സിംഗിൾ ചാനൽ മൈക്രോപിപ്പറ്റ് ആർ യൂസ്ഡ് ഇൻ ലാബ്സ് ദാറ്റ് പെർഫോം റിസർച്ച് റിലേറ്റഡ് ടു മോളിക്കുലാർ ബയോളജി, മൈക്രോബയോളജി, ഇമ്മ്യൂണോളജി, സെൽ കൾച്ചർ, അനലിറ്റിക്കൽ കെമിസ്ട്രി, ബയോ കെമിസ്ട്രി ആൻഡ് ജെനറ്റിക്സ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗിൾ ചാനൽ ഉപയോഗിക്കുന്നത്. മൾട്ടി ചാനൽ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ എലീസ, മോളിക്കുലാർ സ്ക്രീനിങ്, ദെൻ കൈനറ്റിക് സ്റ്റഡീസ്, DNA ആംപ്ലിഫിക്കേഷൻ. അപ്പൊ ഇവിടേക്കാണ് നമ്മൾ മൾട്ടി ചാനൽ മൈക്രോപിപ്പറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ സിംഗിൾ ചാനൽ മൈക്രോപിപ്പറ്റ്സും ഉണ്ട്, മൈക്രോ ചാനൽ മൈക്രോപിപ്പറ്റ്സും ഉണ്ട്. അപ്പൊ ഇതിന്റെ എന്താണ്, പ്ലഞ്ചർ ആണ് ഇതിന്റെ ടോപ്പ് മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലഞ്ചർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോപിപ്പറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സ്മാൾ വോളിയം ഓഫ് സൊല്യൂഷൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ പിപ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോ പിപ്പറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് മൈക്രോ ലിറ്റർ റേഞ്ചിൽ നമുക്ക് സാമ്പിൾസിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോ പിപ്പറ്റ് യൂസ് ചെയ്യുന്നത്. എന്തുണ്ട്, മൾട്ടി ചാനലും ഉണ്ട്, സിംഗിൾ ചാനലും ഉണ്ട്. സിംഗിൾ ചാനൽ എന്താണ്, നമ്മുടെ അനലിറ്റിക്കൽ കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, സെൽ കൾച്ചർ, ഇമ്മ്യൂണോളജി, മോളിക്കുലാർ ബയോളജി, മൈക്രോ ബയോളജി, ജെനറ്റിക്സ്, ഇവിടെയാണ് നമ്മൾ സിംഗിൾ ചാനൽ യൂസ് ചെയ്യുന്നത്. മൾട്ടി ചാനൽ നമ്മുടെ എലീസ ടെസ്റ്റിലും മോളിക്കുലാർ സ്ക്രീനിങ്, DNA ആംപ്ലിഫിക്കേഷൻ, കൈനറ്റിക് സ്റ്റഡീസ്, ഇവിടെയൊക്കെയാണ് നമ്മൾ മൾട്ടി ചാനൽ മൈക്രോ പിപ്പറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മുടെ കോമൺ ആയിട്ട് നമ്മുടെ ലബോറട്ടറീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും എടുത്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ.